കേട്ടോ സാവിത്രിയമ്മേ, പയ്യൻ ഇൻഫോർമാക്കലാണ് ജോലി. വീട്ടിലെ മൂന്നാമത്തെ ആളും. ഇതിന് മുകളിൽ ഒരു പെണ്ണും ആണോ, രണ്ടുപേരുടെ കല്യാണം കഴിയും. നല്ല കുടുംബം, നമുക്ക് പറ്റിയവരാ. ഈ പയ്യന് വേണ്ടി പെണ്ണുങ്ങൾ ക്യൂ ആന്ന്. ആണോ രാഘവ? പയ്യനെന്തോ റെഡോ ബ്ലൂ ഫ്ലാഗ് ആണെന്നാ പറയുന്നത് കേട്ടെ. ഫ്ലാഗോ എന്ന് വെച്ചാ? അറിയില്ല സാവിത്രിയമ്മേ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ വാക്കുകളല്ലേ. ചിലർക്കൊക്കെ ഈ പറഞ്ഞ ഫ്ലാഗ് മതി എന്നാ പറയാ. എന്താ ചെയ്യാ? എന്നല്ലേ ഇവിടെ ഒരു ഫ്ലാഗും വേണ്ട. മോളെ ജിത്തു പുറംപണിക്ക് ആളെ വേണമെന്ന് സാവിത്രിയമ്മ പറഞ്ഞപ്പോ വന്നതാ. അതിന്റെ കൂടെ രണ്ടുപേരെ കാണിച്ചേ ഉള്ളൂ. എന്നാ ഞാൻ പോട്ടെ. ശരി കുട്ടി. സാവിത്രിയമ്മ പിന്നെ വരാം. രഘുചേട്ടനൊന്നും ഇല്ലേ? ചേട്ടൻ വന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഈ കാര്യം പറഞ്ഞിങ്ങോട്ട് വന്ന ടൗണിലെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തോട്ടുള്ള വഴിയിലെ വീട്ടിലെ കാര്യം അറിയേണ്ടവരൊക്കെ അറിയും. അത് വേണോ? അയ്യോ കുഞ്ഞെ, ചതിക്കരുത്. വേണ്ട. ആ വേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരണോ? അതെനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. എനിക്ക് ചുറ്റും നല്ല കോടമഞ്ഞ. ഓരോ ചുവട് വെക്കുമ്പോഴും എന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. I can sense the ripened orange fragrance. ഞാൻ എന്റെ അടുത്തെത്തി. പയ്യെ നടന്ന് എത്തി. നീ ഊളംപാറയിലെത്തി. എന്ത് കാര്യം നിനക്ക്? പിന്നെ നീ എന്തേ പറയണേ? ഇവള് പറയുന്ന വട്ടൊക്കെ കേട്ടിരിക്കണോ? നീയും കൂടി ഇതിന് വളം വെച്ച് കൊടുക്കരുത്. കണ്ടോ, ഇതാ ഞാനൊന്നും പറയാത്ത. ലച്ചു, നിന്നോട് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ലടി. നീ ഇത്ര എക്സാജറേറ്റ് ഒന്നും ചെയ്യാതെ. നിന്റെ ഈ പോക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയാവുക. ശരിക്കും ഇതൊന്നും നല്ലതിനല്ല. എപ്പോഴെങ്കിലും കൈവിട്ട് പോയാ പിന്നെ പാടാടാ. സോ നീയും പറയുന്നത് എനിക്ക് വട്ടാണോ? അല്ല, എനഫ്. ബൈ. ലച്ചു നീ വീട്ടിലോട്ടല്ലേ? ഇതിപ്പോ സ്ഥിരം പരിപാടിയല്ലേ. ചെല്ലടാ, ഞാൻ ഉറങ്ങുക. മണ്ട കാണാം. അയ്യോടാ, ചേച്ചി മോളെ കണ്ടില്ല, പെട്ടെന്ന് സോറി. ചേച്ചിയുടെ മോള് കുഞ്ഞല്ലേ. രമേച്ചി, എന്തിനാ ഇതൊക്കെ കൊണ്ടുകൊണ്ട് നിൽക്കുന്നേ? ഒരു കേസെങ്കിലും കൊടുക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും അവളുടെ കൈ കിടന്ന് മരിച്ച പുലി നോക്കി നിൽക്കുന്ന ഒരുത്തനും ഒരു ചുക്കും ചെയ്തല്ല. മോളെ, ഞാൻ ഇത് ഈ ഷാജിയുടെ വീടാണോ? അതെ സാറേ. എന്താ? നിങ്ങൾ ആരാണ് ഈ ഷാജിയുടെ? ഭാര്യയാണ്. അന്ന് നിങ്ങൾ മാത്രം ഒന്ന് വരൂ, പുറത്ത് സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. ജിത്തു, മോളിന്ന് നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ ഇപ്പൊ തന്നെ. ഇനി ഇവിടെ നിൽക്കണ്ട. ചേച്ചി ചെല്ലു മോളെ. മുത്തുമണി ഇന്ന് വായോ, നോക്കേ ആരാ വന്നേന്ന്. ഇതാര്? ജാനുമോളോ? ലച്ചു, ജാനുമോൾ എന്താ ഇവിടെ? ഗായം മോളകത്തേക്കുണ്ടോ? ജാനസേ, നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയാലോ? ഇന്ന് എനിക്ക് ഗായത്രിയെ ഭയങ്കര ഇഷ്ടം. ഞാൻ എന്നാ വിചാരിക്കുന്നു അതൊക്കെ അങ്ങ് എന്താ പറയാ മനസ്സിൽ കാണാം. മതി വാ. അയാൾ ഇന്നും വന്ന് തല്ലുണ്ടാക്കി. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. മോളെ കുട്ടി ചേച്ചാ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. പിന്നെ മോളവിടെ നിർത്താനും തോന്നിയില്ല. ഹലോ മോളെ, ഞാനതെ ചേച്ചി. മോളെ 2 ദിവസം കൂടി അവിടെ നിർത്താൻ പറ്റുമോ? എങ്ങോട്ട് കൊണ്ടുപോകാം? എവിടെ പോയി വിളിച്ചാലും നിന്നെ ഇന്ന് ഞാൻ വെറുതെ വിടും. പറഞ്ഞ കേൾക്കുമോ? സമയത്ത് നിന്നെ അല്ലാതെ അവളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വേറെ ആരുമില്ല. ഞാൻ വെക്കുവാ. എന്താടി, എന്താ വെച്ചേ? എന്തോ പ്രശ്നമുണ്ട് രമേശ. അവിടെ വരെ ഒന്ന് പോണം. ഈ സമയത്തോ? നിനക്ക് അറിഞ്ഞൂടെ? അറിയാം. എന്ന് വെച്ചാൽ പോകാതിരിക്കാൻ വയ്യ. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളതിന്. വേണ്ട, ഒറ്റക്ക് വേണ്ട, ഞാനും വരാം. വേണ്ട, ഞാനും വരും. വേണ്ട, നീ കൂടി ഇല്ലെങ്കിൽ മോള് പേടിക്കും. ഞാൻ വിളിക്കാം. ഇല്ല, ഒന്നുമില്ല, ഞാൻ പോയിട്ട് വരാന്നേ. അന്നാ മോള് ഉറക്കിട്ട് ഞാൻ വരാം. അത്രക്ക് സമയമില്ല, അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നീ വന്നാ മതി. പിന്നെ പോലീസ് സ്റ്റേഷനിലും കൂടി വിളിച്ചോ. ആഹാ, കൊള്ളാലോ. അപ്പൊ ശരിയാണ്, പുറത്തുനിന്ന് വന്ന ചിലരൊക്കെ നിനക്ക് ആവോളം പലതും തരുന്നുണ്ടല്ലേ? കൈ വിടറാ.
നീ ആരാടി? നീ ആരെ കണ്ടിട്ട് ഇത്ര നിലനിൽക്കുന്നേ? ആ പീറ പെണ്ണിനെ കണ്ടാണോ? അതോ എന്താ നിർത്തിയേ? പറ. അന്നൊന്നും നിങ്ങളുടെ നാവിന്ന് പുറത്തല്ലാതെ വരത്തില്ലല്ലോ. ആടി അതെ, ഞാനിപ്പോ നിനക്ക് പുഴുത്തതാ. അപ്പൊ നിനക്ക് ഇങ്ങനെ തിളക്കണമെങ്കിൽ ആരേലും ഞാൻ കൊണ്ടുവരാതെ നീയായിട്ട് വെച്ചോണ്ടിരിപ്പുണ്ടോ? അതാണോ നിന്റെ ഈ കൊഴുപ്പിന്റെ കാരണം? ആടാ, വെച്ചോണ്ടിരിപ്പുണ്ട്. നിന്നെ പോലെ നട്ടലിന് വരും വാഴത്തന്റെ വെച്ചോർത്തനല്ല. വരണം വരണം റാണി ലക്ഷ്മി ബായ്. എന്തേ വരാത്തേന്ന് ഓർത്തിരിക്കാറ്. എന്താടി മോളെ നോക്കി നോക്കി നീ ഇപ്പൊ ഇവിടെ വെച്ച് ക്യാഷ് ഉണ്ടാക്കണുണ്ടോ? നിർത്തടപ്പാന. പിന്നെന്താ നിർത്താം. ഞാൻ ചോദിച്ച എന്റെ സാധനം അതെനിക്ക് ഇവിടെ കിട്ടണം. ജിത്തു, ആ ബാഗ് എടുത്തോണ്ട് പോ. അതെന്താ എന്നോട് നിനക്ക് സ്നേഹമൊന്നുമില്ലേ? ആ ബാഗ് താ. ജിത്തു ബാഗ് കൊടുക്കരുത്. മാറി നിൽക്കടി. ജിത്തു ഇവിടെ നിൽക്കണ്ട, എങ്ങോട്ടേലും ഓടിപ്പോ. ചെല്ല. ஒரு வேழம் நாகம் ஒன்றை வீழ்த்த பார்க்கையில் ஒரு தாழம் மூத்தெடுத்து மருண்டதாம் சகி. அந்த வேழம் நோக்கிட இங்கு தாழை நோக்கிட ஒரு மோன காவியம் பிறக்க. അന്യോസെ ഓർമ്മീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അപ്പം നിന്നിലേക്ക് നിനക്കെന്ന് പറഞ്ഞ സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ അതെല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിൽ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ലെങ്ത് കൂട്ടാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് കഥ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്താണെന്ന് കുറച്ച് അഭിപ്രായം കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ബാങ്ക്ടൺ 7 ഫെദേഴ്സ് എന്ന് പറഞ്ഞ് എനിക്ക് ഓൾറെഡി പണ്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. ഇത് ബാങ്ക്ടൺ 7x, അത് ബാങ്ക്ടൺ 7 ഫെദേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു കുഞ്ഞു ഫാമിലി ആയിരുന്നു, എല്ലാവർക്കും അറിയണമെന്നില്ല. ഒരു 600 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ. പിന്നെ അത് ആക്റ്റീവ് അല്ലാതായപ്പം പിന്നെ കുറഞ്ഞിപ്പം 500 സംതിങ്ങേ ഉള്ളൂ. അപ്പം ആ ചാനലിൽ ഞാൻ കുറച്ച് സ്റ്റോറീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലിഷ്ക്ക്, ഡീപ്പ് ഇൻസൈഡ് ദ ഡാർക്ക്, ദ വാമ്പയർസ്, ദ എറ്റേണൽ ഡോർ എന്നൊക്കെ പറഞ്ഞ്, ദെൻ ദ എൻചാൻറ്റഡ് ഡ്രോൺസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് സ്റ്റോറീസ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരാഗ്രഹമുണ്ട്, അത് ഓൾറെഡി ഞാൻ കുറേ കംപ്ലീറ്റ് ചെയ്ത കഥകളാണ്. ഈ ചാനലിൽ എനിക്ക് ഈ സ്റ്റോറീസ് തീരുമ്പോൾ പയ്യെ അതും അപ്ലോഡ് ചെയ്യണം എന്നുണ്ട്. അപ്പം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം എല്ലാവർക്കും ആ സ്റ്റോറീസും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെ എല്ലാ കമൻറ്റും, നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ഉള്ള അഭിപ്രായം കമൻറ്റിൽ പറയുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.